ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ജനുവരി 20 അത്ഭുത കന്യക, അവർ ലേഡി ഓഫ് ദ മിറക്കിൾ 1842. കത്തോലിക്ക ജൂതവിരോധിയായ അൽഫോൻസ് റാറ്റിസ്ബോണെ എന്ന വ്യക്തി റോമിലേക്കുള്ള തൻ്റെ യാത്രയിൽ ഒരു മാടമ്പിയെ അനുകൂലിച്ച് ഒരു ചെറിയ വെല്ലുവിളിക്കായി മാതാവിൻ്റെ അത്ഭുതമെട് ധരിക്കാൻ തുടങ്ങി. 1842 ജനുവരി 20 സെൻറ്റ് ആൻഡ്രിയ ഡെല്ല ഫ്രാറ്റ് പള്ളിയിൽ മാടമ്പിയെ കാത്തു നിൽക്കുമ്പോൾ റാറ്റിസ്ബോണിന് മാതാവിൻ്റെ ഒരു യാദൃശ്ചിക ദർശനമുണ്ടാവുകയും ഉടനെ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് ഒരു പുരോഹിതനാവുകയും ചെയ്തു. മാത്രമല്ല, യഹൂദരുടെ മാനസാന്തരത്തിനു വേണ്ടി ഒരു സന്യാസഭ സ്ഥാപിക്കുകയും ചെയ്തു. അടുത്ത മാസം ഇതിന്മേൽ വത്തിക്കാൻ കത്തോലിക്ക സഭ നിയമം അനുസരിച്ചുള്ള അന്വേഷണം നടന്നു. പെട്ടെന്നുണ്ടായ മാനസാന്തരം മുഴുവനായും മാതാവിൻ്റെ ഒരു അത്ഭുതമാണ്. മാതാവിൻ്റെ ശക്തമായ മധ്യസ്ഥയിലൂടെയാണ് ദൈവത്തിൻ്റെ ഈ പ്രവർത്തനം നടന്നത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങാതെ വരുമ്പോൾ, നിരാശയിലേക്ക് നീങ്ങുന്ന വേളകളിൽ പരിശുദ്ധ അമ്മ നമ്മോട് ഇന്ന് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ വെളിപ്പെടലുകളും ദൈവത്തിൻ്റെ പദ്ധതികളും അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുകയുള്ളൂ എന്നും അത് നമ്മുടെ നന്മയ്ക്കായി ഭവിക്കുമെന്നും ഉള്ള വലിയ ബോധ്യ വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ എന്നും തരണമേ എന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ അടുത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ. ഈശോ നൽകുന്ന ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.